പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവസന്നിധിയിൽ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിനൊന്ന് ചെവി കൊടുത്താട്ടെ. നമ്മെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം നാം വീണ് കിടക്കുന്നത് അവന് വേദനയാണ്. അവൻ തൻ്റെ കരം നീട്ടി നമ്മെ എഴുന്നേൽപ്പിക്കും, അതുറപ്പാണ്. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 20:7-8 വാക്യങ്ങൾ. Psalm 20:7-8. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മളുടെ മേലുള്ള നേതാക്കന്മാർ നമ്മെ റിജക്റ്റ് ചെയ്യുമ്പോൾ നാം അപ്സെറ്റ് ആകാറില്ലേ? ചിലപ്പോൾ ലീഡേഴ്സ് ഇൻ ദ ചേർച്ച് ആയിരിക്കാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ ആയിരിക്കാം. ആരാണെങ്കിലും നമ്മുടെ മേലുള്ളവർ നമ്മളെ ഒന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ നാം അപ്സെറ്റായി തീരും. നാം പലപ്പോഴും നമുക്ക് ഉത്തരം അതിൻ്റെ അറിയത്തേയില്ല. എന്നാൽ പോലും ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലേ? കുഞ്ഞെ, നീ നിൻ്റെ ബുക്ക് ഷെൽഫ്, നിൻ്റെ മുറിയിലേത് ഒന്ന് അടുക്കാൻ ശ്രമിക്കുന്നില്ലേ? അതിങ്ങനെ ഉഴമ്പി കിടക്കുന്ന കണ്ടിട്ട് നീ ഫ്രസ്ട്രേറ്റഡ് ആകുന്നില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ മക്കൾ ആരെങ്കിലും വന്ന് അതെല്ലാം ഒന്ന് അടുക്കി തന്നാൽ എത്ര സന്തോഷമാണ്. ചിലപ്പോൾ ഞാനൊക്കെ ഈ നാളുകളിൽ ചിലരെ അടുത്ത് കാണുമ്പോൾ എനിക്ക് അവരുടെ സകല ഡീറ്റെയിൽസും അറിയാം, പക്ഷേ പേരങ്ങ് മറന്നു പോകും. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളൊരു ചെറിയ റിയാലിറ്റി ഞാൻ പറയാം. നാം ജീവിക്കുന്ന ലോകം പല കാര്യങ്ങളും നാം തന്നെ ചെയ്ത് നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ വിടുക്ക, നമ്മുടെ സാമർഥ്യമാണ്, നമ്മുടെ കഴിവാണ്, ഇതെല്ലാമെന്ന് വിശ്വസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കോണം ഈ ലോകം നമ്മെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. The world where you are encouraged to independently build your life. A world where weakness is seen as costly. പക്ഷെ ദൈവരാജ്യം വ്യത്യസ്തമാണ് മക്കളെ. നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നവരാണെന്ന് തോന്നുമ്പോൾ, എനിക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ ഓർത്തോണേ, അത് ഭയപ്പെടേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഓരോ ശക്തിയെക്കുറിച്ചുള്ള ഡെല്യൂഷൻസ് ഉണ്ടല്ലോ, അത് നിന്നെ കൺഫ്യൂസ് ചെയ്യിക്കാനിടയാകരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വന്ന് നമ്മെ ശക്തീകരിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രൈസ് ഗോഡ്. പൗലോസ് തൻ്റെ മേലുള്ള ശൂലമൊന്ന് നീങ്ങിപ്പോകേണ്ടതിന് 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവിനോട് അപേക്ഷിച്ചു. പക്ഷെ കർത്താവ് അത് മാറ്റി കൊടുത്തില്ല. മോനെ, അത് അവിടെ ഇരുന്നോട്ടെ, പക്ഷെ അത് നിനക്കൊരു പ്രയാസമായി തീരത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്കതിന് മതിയെന്ന് പറഞ്ഞു. മക്കളെ, നമുക്കും ഈ കൃപയുണ്ടെങ്കിൽ പലതിനെയും പുറകോട്ട് തള്ളി നീക്കി മുന്നോട്ടാഞ്ഞും കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇൻസെക്യൂരിറ്റികളുടെ മേലൊക്കെ നമുക്ക് ജയം ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ലോകം നമുക്ക് ചിലപ്പോൾ അതിന് തുണ നിൽക്കത്തില്ല, പക്ഷെ കർത്താവ് നമുക്ക് തരുന്ന കൃപയുണ്ടല്ലോ,
നാം വളരെ ഡീവാസ്റ്റേറ്റഡായി ഏകാന്തതയിലായി പോവാൻ ഇടയാകാതെ വണ്ണം നമ്മെ വഴി നടത്തും. കൃപ മൂലം നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നില്ലേ, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും, ചിലർ കുതിരകളിൽ ആശ്രയിക്കും, എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. ഈ ലോകശക്തിയിൽ ആശ്രയിച്ചവരെല്ലാം കുഴഞ്ഞു വീഴും, പക്ഷെ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം എന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതല്ല, അത് ബലഹീനതയിലുള്ളവർക്ക്. കേട്ടോ, പ്രൈസ് ഗോഡ്. നമ്മുടെ ബലഹീനതയിലാണ് ദൈവം നമ്മെ നമ്മുടെ സ്ട്രഗിൾസിൽ നിന്ന് വലിച്ചു മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കൊണ്ടുള്ള ഉദ്ദേശം അവൻ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോണേ, നീ നിൻ്റെ വീക്ക്നെസ് നിമിത്തം സ്ട്രഗിൾ ചെയ്ത് കിടക്കുവാനല്ല, നിൻ്റെ വീക്ക്നെസ് നിൻ്റെ സ്ട്രഗിളിൽ കൂടി മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുവാൻ ദൈവത്തെ അനുവദിക്കുന്ന ഒരു വിഷയമാണ്. ഇറ്റ് ഈസ് ഇൻ അവർ വീക്ക്നെസ് ദാറ്റ് വി സീ അവർ നീഡ് ഫോർ ഗോഡ്. അതുകൊണ്ട് കുഞ്ഞെ ഓർത്തോണം, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, സ്ട്രഗിൾ ഈസ് റിയൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. അതെന്നും അങ്ങ് നിൽക്കത്തില്ല. അതോർത്ത് നീ ഭാരപ്പെടുകയും വേണ്ട. ഹല്ലേലൂയ. അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എന്നെ സ്നേഹിക്കുന്ന ദൈവപൈതലേ, ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞെ, നിൻ്റെ ജീവിതം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നിൻ്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് പോകേണ്ടത്. നീ വിചാരിക്കും നീ പെർഫെക്റ്റ് ചെയ്തതോ, നീ പ്ലാൻ ചെയ്തതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നെന്ന്, പെർഫെക്റ്റ്ലിയാണ് നീ എല്ലാം പ്ലാൻ ചെയ്തതെന്ന്. അല്ല കുഞ്ഞെ, കർത്താവിൻ്റെ പ്ലാനാണ് പെർഫെക്റ്റ്. നീ അല്ലല്ലോ നിൻ്റെ നായകൻ, നിൻ്റെ വഴികാട്ടി, നിൻ്റെ നടത്തിപ്പുകാരൻ ദൈവമല്ലേ. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്ലാന് ദൈവത്തിനറിയാം. നിൻ്റെ സ്റ്റോറിക്കകത്ത് ആ സ്ട്രഗിൾ പാക്ഡ് ഡീറ്റെയിൽസും ദൈവം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം അവൻ്റെ മഹത്വത്തിൻ്റെ സ്വർണ്ണ നൂലുകൊണ്ട് തയ്ച്ചു ചേർത്ത ചില സംഗതികളും നിൻ്റെ ജീവിതത്തിൽ കാണാം. അതൊക്കെ നല്ല വിലയേറിയ അനുഭവങ്ങളാണ്. അതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിനും നിൻ്റെ നന്മയ്ക്കും വേണ്ടിയും കൂടാണ് കുഞ്ഞെ. എല്ലാ സിറ്റുവേഷനും, എല്ലാ ലൊക്കേഷനും, എല്ലാ ബന്ധങ്ങളും, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. നീ അതിനെ കണ്ടെടുക്കുന്നതും കണ്ടുമുട്ടുന്നതും കടന്നു പോകുന്നതും ഇൻവെയിനായിട്ടുള്ളൊരു കാര്യമല്ല. നീ ഫേസ് ചെയ്യുന്ന സകലത്തിലും നിന്നിൽ വ്യാപരിക്കുന്നൊരു കൃപ ദൈവം നിനക്ക് തരും. നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ വലിയൊരു ദൈവമാണ്. ഡിസ്കറേജ്മെൻറ്റ് വരാൻ അനുവദിക്കരുതേ. ഡിസ്കറേജ്മെൻറ്റ് വന്നാൽ നമ്മൾ നമ്മുടെ എല്ലാ തകർക്കപ്പെട്ട ഭാഗങ്ങളിലേക്കും നോക്കും. നമ്മൾ റെസ്റ്റോറേഷന് സമയം കണ്ടെത്തത്തില്ല. യേശു കർത്താവിൻ്റെ ശക്തിയിലും പ്രത്യാശയിലും ഉറച്ചു നിൽപ്പാൻ കഴിയാതെ പോകും. നിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ മുറിവ് നിൻ്റെ മനസ്സിനെയും ക്യാപ്ചർ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കിട്ടിയ പ്രൈവറ്റ് അവേഴ്സിൽ ഏത് ഭാഗമാണ് മെഡിറ്റേറ്റ് ചെയ്തത്? ഏത് ഭാഗമാണ് നീ നിൻ്റെ ഹൃദയത്തിൽ കോറിയിട്ടത്? നിൻ്റെ ചിന്തയുടെ ഡ്രൈവേഴ്സ് സീറ്റിൽ ആരായിരിക്കുന്നത്? നിൻ്റെ ചിന്തകളെ കൺസ്യൂം ചെയ്തുകൊണ്ട് പോകുന്ന സംഗതികൾ എന്താണേലും ഓർക്കണേ, യേശു കർത്താവിന് അവയോട് ചേർന്ന് നിൻ്റെ ജീവിതത്തിലെ എല്ലാ ഇടപാടുകൾക്കും ഒരു രൂപാന്തരം തരുവാൻ കഴിയും. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമുക്ക് സന്തോഷം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ സ്നേഹിക്കുന്ന വ്യക്തി നിന്നോട് ഡിസ്ലോയലായിട്ട് പെരുമാറിയാലും നിൻ്റെ സന്തോഷം നഷ്ടപ്പെടരുതേ ദൈവപൈതലേ. സാമ്പത്തികമായി നിനക്ക് ഞെരുങ്ങേണ്ടി വന്നാലും സന്തോഷം നഷ്ടപ്പെടരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്സിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡിസപ്പോയിൻമെൻറ്റ്സ് നിന്നെ തളർത്തുവാനിടയാകരുത്. നിൻ്റെ കോവർക്കറുമായിട്ടുള്ള നിൻ്റെ
ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് നിന്നെ സന്തോഷത്തിൽ നിന്ന് വലിച്ചു താഴെയിടുവാൻ ഇടയാകരുത്. കോവർക്കറുമായിട്ടുള്ള ഡിസഗ്രിമെൻറ്റ്, ചർച്ച് ഫാമിലിയിലെ ഡിവിഷൻസ്, ഒരു പേരൻറ്റിൻ്റെ ബിഹേവിയർ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലെ ഒരു ഡിവോഴ്സ്, ഇതൊന്നും നിൻ്റെ ജീവിതത്തിൽ ഭാരമായിട്ടിരിപ്പാൻ നീ അനുവദിക്കരുതേ. ഓരോ ദിവസവും ഈ ഫോളൺ വേൾഡിൽ ദർ ആർ ഡെയിലി ഹാർഡ്ഷിപ്സ് ഓഫ് ലൈഫ്, അല്ലേ? നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? എന്നാൽ നമ്മൾ ഇതിൽ കൂടിയെല്ലാം സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പിന്നിലുള്ളതൊക്കെ നാം മറക്കണം, മുമ്പിലുള്ളതിനു വേണ്ടി നാം ഓടണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ ഓട്ടത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശ്വാസത്തിൽ തികവുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, ഡിസ്ലോയൽറ്റി കണ്ടാലും ഇൻഡിഫറൻസ് കണ്ടാലും ആരുടെയും പെരുമാറ്റം ഞങ്ങളെ സ്വാധീനിച്ച് ഞങ്ങൾ നിൽക്കുന്ന നിലയിൽ നിന്ന് താഴോട്ട് പോകാനിടയാകാതെ വണ്ണം ആത്മീയമായി ഒന്നുകൂടെ ബലപ്പെടുവാൻ, ആത്മീയമായി ഒന്നുകൂടെ പുഷ്ടിപ്പെടുവാൻ, സത്യത്തിൻ്റെ പരിജ്ഞാനം ഗ്രഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ചേർപ്പാൻ്റെ കൊണ്ട് എല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.